ഹായ് ഫ്രണ്ട്സ്, ഈ ഓണസദ്യക്ക് നമുക്കൊരു രസവും കൂടി ആയാലോ. അപ്പോൾ നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ ഞാനിങ്ങനെ ഇടുവാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമേ കടുക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഈ മൺചട്ടി ആയതുകൊണ്ട് കടുക് പൊട്ടി വരാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അത് ചൂടായി പതുക്കെ വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ആ ഉലുവയും നല്ലതുപോലെ പൊട്ടട്ടെ. പൊടിയുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ 2 ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കടുകും ഉലുവയും കൂടെ പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടെ 2 കഷ്ണം ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ തുമ്പും കടയും കളഞ്ഞിട്ട് തൊണ്ടോടുകൂടി തന്നെ ചതച്ചെടുത്തേക്കുവാണ്. കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. അതും കിടന്ന് മൂക്കട്ടെ. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചതച്ചിട്ടേക്കണ കൊണ്ട് മൂത്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഉണ്ട്. ഇനി ഞാനിവിടെ ജീരകവും കുരുമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കണതാണ്. ശരിക്കും അങ്ങ് പൊടിച്ചിട്ടില്ല, കല്ലിൽ വെച്ചൊന്ന് ഇടിച്ചെടുത്തേക്കുവാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. കുറച്ച് മതി. വേണമെങ്കിൽ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കണം. ചട്ടിക്ക് നല്ലപോലെ ചൂടുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണിത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി വലിപ്പമായിട്ടാണ് കണ്ടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി തക്കാളി അങ്ങോട്ട് ഉടഞ്ഞൊന്നും പോകണ്ട, പാകത്തിനൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളവും പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പാണേ. ഇനി ഇത് നല്ലതുപോലെ തിളക്കണം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
അപ്പോൾ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പാനിയായിട്ട് വെച്ചേക്കുമായിരുന്നേ, അതുകൊണ്ട് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുവേ. അപ്പോൾ അത് എത്ര പെട്ടെന്ന് നമ്മുടെ രസം റെഡിയായി എന്ന് നോക്കിക്കേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണേ, അത് ഇത്തിരി അധികം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നല്ലപോലെ ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.